പറ്റുന്ന രീതിയിലൊക്കെ വരാറുണ്ട്. ഇന്ന് വരാൻ പറ്റാറില്ല ഇപ്പോൾ. അതുകൊണ്ട് ഒരു വിശേഷങ്ങളൊന്നും അറിയില്ല. നാലാം നാൾ അന്നത്തെ 12 തേച്ചിട്ട് പോയ ഒരുത്തി എൻ്റെ ഫോൺ നമ്പർ തിരക്കെ പിടിച്ച് വിളിച്ചു. നാലാം നാൾ അന്നത്തെ അത് അവരിങ്ങോട്ടാണ് വരുന്നത്. ഇപ്പൊ തേച്ചതാരാണ് അത് കേക്കട്ടെ. ക്ഷമിച്ചു. ആരാ തേച്ചത് ഇപ്പൊ പറയാൻ. അപ്പൊ തേപ്പ് കൊടുക്കണം വിളിച്ചിട്ട് ആരാ നമ്പർ തപ്പി പിടിച്ച് തന്നെ? അപ്പൊ നല്ല സ്നേഹമുള്ള ആരെയും കൊണ്ട് നമ്പർ കൊടുത്തായിരിക്കും. കഷ്ടം. അന്നാണല്ലേ തെറി കിട്ടിയ സങ്കടത്തിന് അങ്ങോട്ട് പറഞ്ഞ ഇങ്ങോട്ട് കേട്ട. അതൊന്ന് കേക്കട്ടെ ആദ്യം. അങ്ങോട്ട് കൊടുത്ത ഇങ്ങോട്ട് കിട്ടിയോ? വല്ലവരും തെറി പറഞ്ഞേനെ. എന്നോട് ദേഷ്യം എന്തിനായിരുന്നു അത് കേക്കട്ടെ. വല്ലവരും തെറി പറഞ്ഞേനെ എന്നോട് എന്തിനായിരുന്നു ദേഷ്യം അത് കേക്കട്ടെ. ഇതൊരു കാര്യം തന്നെയാണ്. 12 വർഷം കഴിഞ്ഞിട്ട് ആളന്വേഷിച്ച് പിള്ളേരെയും കൊണ്ട് നല്ല ചീത്ത പറഞ്ഞു. അതൊന്നുമല്ലല്ലോ അല്ലേ? അയ്യോ കഷ്ടല്ല. അപ്പൊ അങ്ങടല്ലേ തെറി പറയേണ്ടത്? തെറി ചീത്തയൊക്കെ പറയേണ്ടത് ഇങ്ങടല്ലല്ലേ? അങ്ങടല്ലേ പറയണേ, ഇങ്ങടല്ലല്ലോ അല്ലേ? അവരെ പറയുകയാണെന്നുണ്ടെങ്കിൽ നീ എന്തിനടി എന്നെ ഇട്ടിട്ട് പോയെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് പറയണേ പ്രശ്നമില്ല. തിരിച്ച് പോയ ആൾ ഇങ്ങോട്ട് വന്നിട്ട് പറയണ ആദ്യമായിട്ടേ കേൾക്കണേ. അന്നാ കുഴപ്പമില്ല. എന്തെന്ന് പറയുക, ചേട്ടാ ടിക്കു ചേട്ടാ അന്ന് തെറ്റുപറ്റിപ്പോയി അങ്ങനെയൊക്കെയാണോ പറഞ്ഞത്? അപ്പോഴാണ് ചീത്ത പറഞ്ഞത്. ടിക്കു ചേട്ടാ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് അവൾ പറഞ്ഞത്. അങ്ങോട്ട് വിളിച്ചെന്തിനാ? നമ്പർ അവർക്കല്ലേ കൊടുത്തത്, പിന്നെ എങ്ങനെ വിളിച്ചത്? ഞാൻ അങ്ങോട്ട് തെറി വിളിച്ചാരോ പറഞ്ഞത് അല്ലേ? തെറി എന്തുകൊണ്ട് പറഞ്ഞു വിളിച്ചത് അത് കേൾക്കട്ടെ. തേച്ചിട്ട് എന്തിനാ പോയെന്ന് വെച്ചിട്ടാ? ഇപ്പോഴും ഇത് ചെമ്മലൊക്കെ ഇതാണെന്നല്ലല്ലോ അല്ലേ? എല്ലായിടത്തുനിന്നും കിട്ടണതൊക്കെ തന്നെയല്ലേ? കുഴപ്പമില്ല, അത് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫ് എന്ന് വിചാരിച്ചാൽ മതി.